എന്താണ് പേര്? ജോഷ്മ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു ശാന്തേച്ചി ലക്ഷ്മി അമ്മ. അതിൽ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ കന്നി വോട്ടർ കൂടി എത്തിയിരിക്കുന്നത്. എവിടെയാണ് വീട്? കൊണ്ടാഴി. കൊണ്ടാഴി. നല്ല രാഷ്ട്രീയ ബോധമുണ്ട് ഉണ്ടല്ലേ? സ്കൂളുകളിലൊക്കെ കോളേജിലൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ വോട്ട് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ചിലക്കരനെക്കാട്ടും ചിലക്കരനെക്കാട്ടും കേരള 1998 ശാന്തേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും പിന്നാലെ വോട്ട് ചെയ്യാനെത്തിയ ജോഷ്മയുണ്ട്. പക്ഷേ അവർക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ബൂത്ത് മാറിക്കേറി. എങ്ങനെയാണ് അബദ്ധം പറ്റി? അല്ല, അച്ഛൻ കൊണ്ടുപോയതാണ്. അവരവിടെ ചെയ്യാറ് 107 ചെയ്യാറ്. അപ്പം അങ്ങനെ വിചാരിച്ച് കൊണ്ടുപോയതാണ്. നമ്പർ നോക്കിയില്ല. ബൂത്ത് കന്നി വോട്ടാണ്. കന്നിവോട്ട. അത് തന്നെ അബദ്ധമായോ? അബദ്ധമായി. ഇനി ആവർത്തിക്കില്ലല്ലോ. പക്ഷെ വോട്ട് ചെയ്തത് റെഡിയാണ്. ചെയ്തു. അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. ഇല്ല ഇല്ല. എന്തുകൊണ്ടാണ് ആദ്യം വോട്ട് ചെയ്യാൻ അത് അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയത്? നേരത്തെ ചെയ്യണമെന്ന് തോന്നി. തിരക്ക് വരുന്നതിനെക്കാട്ടും മുന്നേ പിന്നെ ക്ലാസ് ഉണ്ട്, അപ്പോൾ വേഗം വന്ന് ചെയ്തു. എവിടെ പഠിക്കുന്നത്? ഞാൻ ബാങ്ക് കോച്ചിങ് ആണ്. ബാങ്ക് കോച്ചിങ്. തൃശ്ശൂർ. ഇന്ന് അവധിയൊന്നുമില്ല? ഇല്ല ഇല്ല. ചേലക്കരയ്ക്ക് പുറത്താണല്ലോ അല്ലേ? ഏതായാലും സംവിധാനാവകാശം കൃത്യമായി വിനിയോഗിച്ചു. ബൂത്ത് മാറിപ്പോയത് ഒരു അബദ്ധമായിരുന്നു. പക്ഷെ അത് അച്ഛൻ പറ്റില്ലേ? അച്ഛൻ ചെയ്തൊരു ചെറിയ പണി. ഏതായാലും സന്തോഷം. സന്തോഷം. ഏതായാലും ഒരു അബദ്ധം പറ്റി. കാരണം വോട്ട് രേഖപ്പെടുത്തലല്ല, വോട്ട് ചെയ്യാൻ ബൂത്ത് മാറി കയറിയതിലാണ് അബദ്ധം പറ്റിയത്. അത് അച്ഛൻ പറ്റിക്കലാണ് എന്നാണ് മോള് പറയുന്നത്, ജോഷ്ന പറയുന്നത്. ഏതായാലും സംവിധാനാവകാശം കൃത്യമായി തന്നെ വിലയിരുത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് ജോഷ്മ പറയുന്നത്. ഏതായാലും ചേലക്കരയിൽ നിന്നും എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, ചേലക്കര.